നിങ്ങൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നവരാണോ? വെള്ളോ? ഒരിക്കലും ഞാനും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ കളയുമ്പോൾ ഒരു പാഠം മനസ്സിലുണ്ട്. പണ്ടൊക്കെ അങ്ങനെ കളയുമ്പോൾ അമ്മ പറയും, ഇതൊക്കെ ഒരു നേരം കിട്ടാണ്ടാവുമ്പോഴേ ഇതിൻ്റെ വില അറിയുള്ളൂ. ശരിയാണ്. ഞാൻ ML വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ആവശ്യമായിരുന്നു. രാവിലെ ബ്രെഡ് ചീസ് കിട്ടും ഹോസ്പിറ്റലിൽ നിന്ന്. ഉച്ചയ്ക്ക് മന്തി, യമൻ മന്തി ഫ്രീ ആട്ടോ എല്ലാം. വൈകുന്നേരം പയറ് കറി പോലത്തെ ഒരു സംഭവം, ഒരു നീളമുള്ള ഒരു ബ്രെഡ് ഉണ്ട് അവിടെ, അതും കുശാല നിറയെ വെള്ളം, ഷവർ, ബാത്ത് പോലെയൊക്കെ സൂപ്പറായിരുന്നു. റൂമിൽ നല്ല ചില്ലായിട്ട് നന്നായിട്ട് AC കുത്തിയിരുന്നിട്ട് 3-4 മണിക്കൂർ ഡ്യൂട്ടിയുള്ളൂ കേട്ടോ. ഓങ്കോളജിയിലായിരുന്നു, കുട്ടികളെ പീഡിയാട്രിക് വിഭാഗത്തിൽ. ക്യാൻസറായിട്ട്, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. ഇപ്പം ഇതിനെപ്പറ്റി പറയാം. എന്നിട്ട് പോയിട്ട് കുളിക്കും നല്ല ചൂട് വെള്ളത്തിൽ, ഷവറിൽ. എത്ര നേരം കുളിച്ചാലും മതിയാകത്തില്ല, അങ്ങനെ കുളിക്കും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അർമാദിച്ച് നടന്ന സമയത്താണ് യുദ്ധത്തിൻ്റെ സമയമൊക്കെ ആയി. ആ ഒരു സമയമായപ്പോഴത്തേക്കും പൈപ്പ് ലൈൻ പൊട്ടി. MOH ആയിരുന്നു, വലിയ ഹോസ്പിറ്റലാണ്. വെള്ളമില്ലാത്ത അവസ്ഥ വന്നു. കുടിവെള്ളം പിന്നെ നമ്മൾ ഓൾറെഡി വാങ്ങണമല്ലോ. ഒന്നിനും വെള്ളമില്ലാത്ത അവസ്ഥ വന്നു, പെട്ടുപോയി. പിന്നെ കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒന്നിനും വെള്ളമില്ല. കുപ്പിയിൽ കുറച്ച് വെള്ളം, ദാഹിക്കുമ്പോൾ കുറച്ച് തൊണ്ടയിൽ ഇങ്ങനെ നനച്ചു കൊടുക്കും. പിന്നെ വെള്ളം തേടി യാത്രയായിട്ട് താഴോട്ട് പോയി. അവിടെ ഇങ്ങനെ ഒരു മണ്ണിൻ്റെ പോലത്തെ ഒരു വലിയൊരു കൂടാരം പോലെ ആക്കി വെക്കുക. അതിൻ്റെ അകത്ത് പൈപ്പ് ഇട്ടിട്ടുണ്ടാവും. അത് തുറന്നിട്ട് എടുത്തിട്ടൊക്കെ വേണം. അങ്ങ് പോയി ഓരോ ബോട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിന് പുറത്താണ്. അവിടെ പോയി വെള്ളം കണ്ടുപിടിച്ച് അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവരും. പിന്നെ അവിടുത്തെ വെള്ളവും നിന്നു. ഒന്നിനും വെള്ളമില്ല, കുളിക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. ടിഷ്യൂ കൊണ്ടൊക്കെ തുടയ്ക്കും, നനയ്ക്കും, അങ്ങനെയൊക്കെ. കേരളത്തിലുള്ള നമുക്കൊക്കെ ഒരു ദിവസം കുളിക്കാതിരുന്നുള്ള അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. സമയത്ത് കൊടും ചൂടത്ത് അവിടെ മൂത്രപ്പഴുപ്പും മൂത്രക്കടച്ചിലും അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ വാഷ്റൂമിൽ പോകാൻ വേണ്ടി മുട്ടി കവറിൽ വരെയൊക്കെ തൂരിയിട്ട് കെട്ടിയിട്ട് കൊണ്ട് കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് വെള്ളമില്ലാതെ നരകിച്ച് വെള്ളത്തിൻ്റെ വില, ഒരു ഡ്രോപ്പ് വെള്ളത്തിൻ്റെ വില വരെ നന്നായിട്ട് മനസ്സിലാക്കി. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യമനിലുള്ള ലൈഫ് ശരിക്കും ഓരോ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യത്തിൻ്റെയും വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആയത് അവിടുന്ന് തന്നെയാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ വില അറിഞ്ഞപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധമൊക്കെ നന്നായിട്ട് മുറുകി. നമ്മളുടെ ഒരു മുമ്പിലുള്ള കെട്ടിടങ്ങളൊക്കെ പൊടിഞ്ഞ് വീഴാൻ തുടങ്ങി. പിന്നെ പൈപ്പ് ലൈനൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. വാഷ്റൂമിലൊക്കെ ഞങ്ങൾ പോകുന്നത് 4 കല്ല, അങ്ങനെ തല പൊങ്ങിയിട്ടുണ്ടെങ്കിൽ വെടി കിട്ടും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അയക്കിയപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല, ഉച്ചയ്ക്ക് കിട്ടുന്നില്ല. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ നമ്മളുടെ റൂമിൽ വന്ന് പറഞ്ഞു, എൻ്റെ ഫാമിലീനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം, എനിക്ക് പോയേ പറ്റൂ, നിങ്ങളുള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, എൻ്റെ ഫാമിലീനെ രക്ഷിക്കാൻ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടം വന്നു. കാരണം എയർപോർട്ടൊക്കെ ബ്ലാസ്റ്റ് ആയിട്ടിരിക്കുകയും നമുക്ക് കപ്പൽ വന്നാലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആദ്യം കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് പോയിരുന്നു, പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് അവിടെ പെട്ടുപോയി. പിന്നെ നോക്കുമ്പോൾ ഭക്ഷണമില്ല. ആദ്യം കിട്ടിയ ബ്രെഡൊക്കെ കുറച്ച് എടുത്ത് വെച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ പോയി നല്ല 2 ഉരുളൻ കല്ലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആ ബ്രെഡ് ഉണങ്ങി AC ഇരുന്നിട്ട് ഉണങ്ങി റസ്ക് പോലെ ആയിട്ടുണ്ട്. അത് കുത്തിയിരുന്ന് പൊട്ടിച്ച് ഉപ്പുമാവ് പോലെയൊക്കെ ആക്കി ഞങ്ങൾ കഴിക്കുമായിരുന്നു. പിന്നെ അതും തീരാനായപ്പോഴത്തേക്ക് പേടിയായി. പിന്നെ നോമ്പ് സമയത്ത് അവർ ഗിഫ്റ്റ് ചെയ്ത് കുറേ ഈത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ത്യൻ കപ്പൽ വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഇരുന്നു. അവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്തും ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയി നിന്ന് പിറ്റേ ദിവസമാണ് കപ്പൽ വന്നത്. അന്നും ഭക്ഷണമൊന്നുമില്ല. പിന്നെ അവിടെ തന്നെ നിന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾക്ക് കപ്പലിൽ കയറാൻ വേണ്ടി പറ്റിയത്. ഒരുപാട് കപ്പലിൽ കയറിയത് തലകറങ്ങി വീഴുന്നുള്ള അവസ്ഥയായി. പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി. അപ്പോൾ ഭക്ഷണം, വെള്ളം ഒരിക്കലും വേസ്റ്റാക്കരുതെന്ന് ഞാനത് പഠിച്ച കാര്യമാണ്.
നിങ്ങളും വേസ്റ്റ് ആക്കരുത് കേട്ടോ. നമ്മളെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അത് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് സംഭവിക്കും.